ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മെഡിക്കൽ ഫീൽഡ് പഠിക്കുന്നവർക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഒരു കണ്ടീഷനാണ് ഒക്ടേജിയസ് മീഡിയ. എന്താണ് ഒക്ടേജിയസ് മീഡിയ എന്ന് നോക്കാം. ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് മിഡിൽ ഇയറിനെയാണ് നമ്മൾ ഒക്ടേജിയസ് മീഡിയ എന്ന് പറയുന്നത്. അത് രണ്ട് കാരണത്താൽ വരാം. അതായത് അതിന്റെ കോസസ് ആണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണവും വരാം, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കാരണവും ഒക്ടേജിയസ് മീഡിയ ഉണ്ടാവാം. ടൈപ്സ് ആണുള്ളത്: അക്യൂട്ട് ഒക്ടേജിയസ് മീഡിയയും ക്രോണിക് ഒക്ടേജിയസ് മീഡിയയും. അക്യൂട്ട് ഒക്ടേജിയസ് മീഡിയയിലാണെങ്കിൽ സഡൻ ഓൺസെറ്റ് ആണ്, ക്രോണിക് ആണെങ്കിൽ റിക്കറന്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഫീഡിംഗ് ബേബീസിൽ ഹൈ റിസ്ക് ആണ്, പിന്നെ ഡൗൺ സിൻഡ്രോം ഉള്ളവർക്ക്, പിന്നെ ക്ലെഫ്റ്റ് പാലറ്റ്, നമ്മൾ മുച്ചുണ്ടെന്നൊക്കെ പറയത്തില്ല. ഒക്ടേജിയസ് മീഡിയ ഉണ്ടാകുമ്പോൾ കണ്ടിന്യൂസ് ഫീവർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വന്നിട്ട് പസ് ചെവിയിൽ ഫില്ലായിരിക്കുന്ന ഒരു ഫുൾനെസ് തോന്നുക, ഫുൾനെസ് ഓഫ് ഇയർ. നമ്മളിതിന് ഓട്ടോസ്കോപ്പിക് എക്സാമിനേഷൻ ഉപയോഗിച്ചാണ് ഒക്ടേജിയസ് മീഡിയ കണ്ടുപിടിക്കുന്നത്. അടുത്തായിട്ട് ഒക്ടേജിയസ് മീഡിയയുടെ മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഫീവർ ഉണ്ടാകുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കാറുണ്ട്. പെയിൻ ആണെങ്കിൽ NSAIDSും പിന്നെ ആന്റിബയോട്ടിക് ആയിട്ട് അമോക്സിലിനൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇതിന് സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മെരിഞ്ചോട്ടമി ആണ് കേട്ടോ. മെരിഞ്ചോട്ടമി. ഇപ്പത്തിലെ കണ്ടീഷൻസ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അടുത്ത ഏത് കണ്ടീഷൻ വേണമെന്ന് പറയണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.